സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ലോക സോറിയാസിസ് ദിനം എന്നാണ്. ലോക സോറിയാസിസ് ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 29. ഒക്ടോബർ 29 ത്വക്കിനെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് സോറിയാസിസ് എന്നത്. അപ്പൊ സോറിയാസിസ് ബാധിക്കുന്നത് എന്തിനെയാണ്? ത്വക്കിനെയാണ്. ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ് സർവഭവന്തു സുഖിന എന്നത്? സർവഭവന്തു സുഖിന എന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. മഠത്തിൽ അപ്പു, ചിരുകണ്ഠൻ, അബുബക്കർ, കുഞ്ഞമ്പു നായർ എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ഈ പേരുകൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഓപ്ഷൻസിൽ പേര് മാറ്റി തന്നിട്ട് കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെടാത്തത് ആര് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക. ആരൊക്കെയാണ്? മഠത്തിൽ അപ്പു, ചിരുകണ്ഠൻ, അബുബക്കർ, കുഞ്ഞമ്പു നായർ. കയ്യൂർ സമരം നടന്ന വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1941 1941 കാസർഗോഡ് ജില്ലയിലെ കയ്യൂരിൽ നടന്ന ഒരു കർഷക തൊഴിലാളി സമരമായിരുന്നു കയ്യൂർ സമരം. അടുത്ത ചോദ്യം, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയ വർഷം ഏതാണ്? നെടുമ്പാശ്ശേരി വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളമായ വർഷം 1999 ആണ്. 1999. സൂര്യന്റെയും ആകാശഗോളങ്ങളുടെയും ഉന്നതി അളക്കുന്ന ഉപകരണം. സൂര്യന്റെയും ആകാശഗോളങ്ങളുടെയും ഉന്നതി അളക്കുന്ന ഉപകരണമാണ് സെക്സ്റ്റന്റ് എന്നത്. സെക്സ്റ്റന്റ്. ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. ഹൃദയത്തിന്റെ പേസ് മേക്കർ SA നോഡ് അല്ലെങ്കിൽ സീനോ ഏട്രിയൽ നോഡാണ് ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത്. SA നോഡ്. പട്ടണം എന്ന കേരളത്തിലെ ഉദ്ഖനന പ്രദേശം കേരളത്തിലെ ഏത് നദീതീരത്താണ്? പട്ടണം എന്ന ഉദ്ഖനന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? പെരിയാർ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ചോദിക്കാം, പട്ടണം എന്ന ഉദ്ഖനന പ്രദേശം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാലോ എറണാകുളം ജില്ലയിലാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നു. കാരണം എന്താണ്? കണ്ണിന്റെ വീക്ഷണ സ്ഥിരതയാണ്. കണ്ണിന്റെ വീക്ഷണ സ്ഥിരത. ഇനി കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എത്രയാണ് എന്ന് ചോദിച്ചാൽ 1/16 സെക്കൻഡ് ആണ്. 1/16 സെക്കൻഡ്. ദേശീയ അഭിഭാഷക ദിനമായി ആചരിക്കുന്ന ഡിസംബർ 3 ആരുടെ ജന്മദിനമാണ്? അപ്പൊ ദേശീയ അഭിഭാഷക ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാലോ ഡിസംബർ 3 ആണ്. ഇനി ഡിസംബർ 3 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ജന്മദിനമായ ഡിസംബർ 3 ആണ് ദേശീയ അഭിഭാഷക ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക പരുത്തി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക പരുത്തി ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 7 ആണ്. ഒക്ടോബർ 7 ലോക പരുത്തി ദിനം. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഏതാണ്? മീനങ്ങാടിയാണ്. മീനങ്ങാടി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. കൊങ്ങൻ പട ഉത്സവം എന്നും അറിയപ്പെട്ടിരുന്ന കലാരൂപം ഏതാണ്? പടയണിയാണ്. പടയണി. വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന ശബ്ദത്തിന്റെ പ്രത്യേകതയാണ് ടിംബർ. ശബ്ദത്തിന്റെ പ്രത്യേകതയാണ് ടിംബർ. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജൻ. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജൻ ഏതാണ്? അസറ്റാറ്റിൻ ആണ്. അസറ്റാറ്റിൻ ആണ് റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജൻ. അസറ്റാറ്റിൻ എത്രാമത്തെ ഗ്രൂപ്പാണ്? 17ാം ഗ്രൂപ്പ് മൂലകമാണ് അസറ്റാറ്റിൻ. ലോക മാനസികാരോഗ്യ ദിനം. ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10. ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നു. ലോക മാനസികാരോഗ്യ ദിനം ആദ്യമായിട്ട് ആചരിച്ച വർഷം 1992 ആണ്. 1992. കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം ഏതാണ്? കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം ടൈപ്പ് 1 പ്രമേഹമാണ്. ടൈപ്പ് 1 പ്രമേഹം. മുതിർന്നവരിൽ കണ്ടുവരുന്ന പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം.
ലോകത്തെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഏതാണ്? ലോകത്തെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം. ഇന്ത്യയിൽ ആയുധ നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ഇന്ത്യയിൽ ആയുധ നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ലിട്ടൺ പ്രഭു ആണ്. ലിട്ടൺ പ്രഭു. ഫൂലൻ ദേവിയെക്കുറിച്ച് പണ്ഡിറ്റ് ക്യൂൻ എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത്? ഗ്രന്ഥത്തിന്റെ പേര് പണ്ഡിറ്റ് ക്യൂൻ. ആരെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ്? ഫൂലൻ ദേവിയെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ്. തയ്യാറാക്കിയത് ആരാണ്? മാലാ സെൻ ആണ്. മാലാ സെൻ. കണ്ണിന്റെ തിളക്കത്തിന് കാരണമായ ലോഹം ഏതാണ്? കണ്ണിന്റെ തിളക്കത്തിന് കാരണമായ ലോഹം സിങ്ക് ആണ്. സിങ്ക്. പഞ്ചാബികളുടെ പ്രശസ്തമായ ആയോധന കല? പഞ്ചാബികളുടെ പ്രശസ്തമായ ആയോധന കല ഗാഡ്ഗയാണ്. അപ്പൊ ഗാഡ്ഗ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പഞ്ചാബികളുമായിട്ടാണ്. പി കെ കാളൻ ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പി കെ കാളൻ ഗദ്ദിക കലാകാരനാണ്. ഗദ്ദിക കലാകാരനാണ് പി കെ കാളൻ. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? 1857 വിപ്ലവത്തിന്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നാനാ സാഹേബ് ആണ്. നാനാ സാഹേബ്. കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ്? കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി കബനി നദിയാണ്. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദിയാണ് കബനി നദി. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏത് എന്ന് ചോദിച്ചാൽ കബനി നദിയാണ്. ഗ്യാസ്ട്രിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്? ഗ്യാസ്ട്രിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആമാശയമാണ്. ആമാശയം. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം? അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 23. ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. സിറോഫ് താൽമിയ എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവമാണ്? സിറോഫ് താൽമിയ. വിറ്റാമിൻ എ കണ്ണിനെ ബാധിക്കുന്ന അവസ്ഥയാണ് സിറോഫ് താൽമിയ എന്നത്. സിറോഫ് താൽമിയ എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവമാണ് എന്ന് ചോദിച്ചാൽ വിറ്റാമിൻ എയുടേതാണ്. കേരളത്തിലെ അമൃത ഷെർഗിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചിത്രകാരി ആരാണ്? കേരളത്തിലെ അമൃത ഷെർഗിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ടി കെ പത്മിനിയാണ്. ടി കെ പത്മിനിയാണ് കേരളത്തിലെ അമൃത ഷെർഗിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണ്? രൂപീകൃതമായത് 1946 ഡിസംബർ 6 1946 ഡിസംബർ 6 ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകൃതമായത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബി എൻ റാവു ആണ്. ബി എൻ റാവു ആണ് ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് എന്ന് അറിയപ്പെടുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് എന്നാണ്? ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26 1950 ജനുവരി 26 ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത്. ഇതിനോടുകൂടി ഓർത്തു വെക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് ദേശീയ ഗാനം, ദേശീയ ഗീതം. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചത് 1950 ജനുവരി 24 അപ്പൊ ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നിവ അംഗീകരിക്കപ്പെട്ടത് സെയിം ഡേറ്റ് ആണ്, 1950 ജനുവരി 24. ദേശീയ ഗാനമാണ് ജനഗണമന, ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ഇനി ദേശീയ പതാകയെ അംഗീകരിച്ചതോ 1947 ജൂലൈ 22 1947 ജൂലൈ 22 ഭരണഘടന നിയമനിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. ദേശീയ നിയമദിനമായിട്ട് ഭാരതത്തിൽ ആചരിക്കുന്നത് എന്നാണ്? ദേശീയ നിയമദിനം നവംബർ 26 നവംബർ 26. ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം? ഏകപൗരത്വം, ഇന്ത്യയുടേത് ഏകപൗരത്വമാണ്. ഏകപൗരത്വം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത വർഷം? സ്വത്തവകാശം ഏറ്റവും ആദ്യം മൗലിക അവകാശങ്ങളിൽ പെടുന്നതായിരുന്നു. അതിനുശേഷം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത വർഷം 1978.
ഇനി സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് ഭേദഗതിയിലൂടെയാണ് എന്ന് ചോദിച്ചാൽ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഷകൾ എത്രയാണ്? ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂളിൽ ഭാഷകൾ ഉൾപ്പെട്ടിട്ടുള്ളത് എത്രാമത്തെ ഷെഡ്യൂളാണ്? 8ാമത്തെ ഷെഡ്യൂളാണ്. 8ാമത്തെ ഷെഡ്യൂളിൽ 22 ഭാഷകളാണ് ഉള്ളത്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ്? 21A ആണ്. 21A. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി നദിയാണ്. ഗോദാവരി നദിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി 2015 ജനുവരി 1-നാണ്. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്ന തീയതി. ഏതിനു പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. ജോലി ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ജോലി ചെയ്താൽ കൂലി കിട്ടണം. വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞത് ആര്? ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞത് സ്വാമി ആനന്ദ തീർത്ഥനാണ്. സ്വാമി ആനന്ദ തീർത്ഥൻ. ലോക അൾഷിമേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക അൾഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21 ലോക അൾഷിമേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. സെപ്റ്റംബർ 21. കേരളത്തിൽ AKG ആദ്യത്തെ കോഫി ഹൗസ് സ്ഥാപിച്ചത് എവിടെയാണ്? AKG ആദ്യത്തെ കോഫി ഹൗസ് സ്ഥാപിച്ചത് തൃശ്ശൂരിലാണ്. 1958 തൃശ്ശൂരിലാണ് AKG കേരളത്തിൽ ആദ്യമായിട്ട് കോഫി ഹൗസ് സ്ഥാപിച്ചത്. ക്രിക്കറ്റ് പിച്ചിന്റെ നീളം എത്രയാണ്? ക്രിക്കറ്റ് പിച്ചിന്റെ നീളം 20.12 മീറ്റർ ആണ്. 20.12 മീറ്റർ ആണ് ക്രിക്കറ്റ് പിച്ചിന്റെ നീളം. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ല. ഭൂപടങ്ങളിലെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? കൃഷിയിടങ്ങളെയാണ് ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത്. കൃഷിയിടങ്ങൾ. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്ന തീയതി? ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്ന 2013 സെപ്റ്റംബർ 12 ആണ്. 2013 സെപ്റ്റംബർ 12. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ്? പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. PT ഉഷ. അടുത്ത ചോദ്യം, ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ്. ആണവോർജം ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. യൂണിയൻ ലിസ്റ്റ്. ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആര്? ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ. മലബാർ പ്രദേശത്ത് സജീവമായിരുന്ന മിഷണറി സംഘടന എവിടെയാണോ? മലബാറില്. മലബാർ പ്രദേശത്ത് സജീവമായിരുന്ന മിഷണറി സംഘടനയാണ് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എവിടെയാണ്? മലബാർ. കേരള ഇന്നലെ ഇന്ന് നാളെ എന്ന കൃതി ആരുടേതാണ്? EMSന്റേതാണ്. EMS. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. ഗുരുക്കളുടെ എല്ലാം ഗുരു എന്നറിയപ്പെട്ടത് ആര്? ഗുരുക്കളുടെ എല്ലാം ഗുരു എന്നറിയപ്പെട്ടത് തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യ. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്ന പുസ്തകം രചിച്ചത്? വിശക്കാത്ത ദൈവം വിശക്കുന്ന മനുഷ്യൻ പുസ്തകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്നത്. കഥകളിയുടെ ജന്മദേശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? കഥകളിയുടെ ജന്മദേശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951. മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പാണ് യോദ്ധാവ്. ആപ്പിന്റെ പേര് യോദ്ധാവ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്?
ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ആണ്. ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. കുടുംബശ്രീ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? കുടുംബശ്രീ 9ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. 9. 1812 കുറിച്യ കലാപത്തിന്റെ നേതാവ്. 1812 കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. കുറിച്യ കലാപം നടന്ന വർഷം 1812 ആണ്. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? തൃശൂർ ജില്ലയിലാണ്. തൃശൂർ ജില്ല. GST നിലവിൽ വന്ന തീയതി. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നത്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ആര്? ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി. പക്വയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. പക്വയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശ്. കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. 1809 ജനുവരി 11. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? മലനാട് 75 മീറ്ററിൽ കൂടുതൽ ഉള്ള പ്രദേശങ്ങളാണ്. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ളതാണ് ഇടനാട്. 7.5 മീറ്ററിൽ താഴെ തീരദേശം. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈയാണ്. മുംബൈ. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. 2010 ഏപ്രിൽ 1. പണ്ടാരപ്പാട്ട വിപ്ലവം നടന്ന വർഷം. പണ്ടാരപ്പാട്ട വിപ്ലവം നടന്നത് 1865-ലാണ്. 1865. പ്ലാസി യുദ്ധം നടന്നത് 1757. 1757. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്? 2020 നഞ്ചിയമ്മയ്ക്കാണ്. നഞ്ചിയമ്മ. കേരളത്തിലെ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായ നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നത്? ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആയിരുന്നത് EK ജാനകി അമ്മാൾ. EK ജാനകി അമ്മാൾ. പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം. പാരാലിമ്പിക്സ് ആരംഭിച്ചത് 1948-ലാണ്. 1948. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 14. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം 14. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 15. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 15. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എപ്പിഗ്രാഫി എന്നാണ്. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രാഫി. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ബേക്കൽ കോട്ടയാണ്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ്. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജ്. കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല. കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം. കുളച്ചൽ യുദ്ധം 1741. 1741. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലാണ്? കർണാട്ടിക് യുദ്ധങ്ങൾ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721-ലാണ്. 1721. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്ന വർഷം. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത 1861. 1861. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം
ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യം നിഘണ്ടു രൂപപ്പെടുത്തിയതോ? നിഘണ്ടു അർണോസ് പാദ്രിയാണ്. അർണോസ് പാദ്രി. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം? നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത് 1932 സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകളാണ് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് കേരളത്തിനോട് കൂട്ടിച്ചേർത്തത്? കാസർഗോഡ്, ഹോസ്ദുർഗ് എന്നിവയാണ്. കാസർഗോഡ്, ഹോസ്ദുർഗ്. ഇന്ത്യൻ ഭരണഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ? സാന്താൾ കലാപം സിദ്ധു കാനു എന്നിവരാണ്. സിദ്ധു കാനു. അവസാനത്തെ ചോദ്യം, ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടവർ ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.